ബേപ്പൂർ തീരത്ത് വെച്ച് തീപിടിച്ച വാൻഹായ് കപ്പലിൽ ഇന്ധന ചോർച്ച ഉള്ളതായി സംശയം. കപ്പലിനെ തീരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈൽ അകലെ ഉൾക്കടലിലേക്ക് നീക്കുന്നു. ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് ഇത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നു. സഹിൻ, ഇന്ധന ചോർച്ച ഉള്ള കാര്യം സംശയിക്കുകയാണ് ഇപ്പോൾ. അതിന്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ ഈ കപ്പലിനെ നീക്കുന്ന നടപടി നടക്കുന്നത്? എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കപ്പെടുന്ന മറ്റു തുടർ നടപടികൾ? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ബേപ്പൂർ തീരത്ത് തീപിടിച്ച കപ്പൽ വാൻഹായ് കപ്പലിന് ഇന്ധന ചോർച്ച ഉള്ളതായി ചില സംശയങ്ങളുണ്ട്. ഇതേ തുടർന്നാണ് കപ്പൽ എത്രയും പെട്ടെന്ന് 100 നോട്ടിക്കൽ മൈൽ ഉൾക്കടലിലേക്ക് മാറ്റണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. DG ഷിപ്പിംഗ് ആണ്, ഡയറക്ടർ ജനറൽ ഷിപ്പിംഗ് ആണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും കപ്പൽ നീക്കാൻ തുടങ്ങിയിരിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ തന്നെ 100 നോട്ടിക്കൽ മൈൽ ഉള്ളിലേക്ക് കപ്പൽ എത്തിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ കപ്പൽ തീപിടിക്കുന്ന സമയത്ത് അതിൻ്റെ വേഗതയും ഒപ്പം തന്നെ ആ സമയത്തുണ്ടായിരുന്ന കപ്പലിൻ്റെ ദൂരം, പിന്നെ അതിലുണ്ടായിരുന്ന ആളുകൾ സംസാരിച്ചത്, മറ്റു കാര്യങ്ങളെല്ലാം, ജീവനക്കാരുടെ സംസാരം, ഇതെല്ലാം പരിശോധിക്കുന്നതിന് വേണ്ടി ഇന്ന് VDR പരിശോധനയും നടക്കും. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ VDR പരിശോധിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് VDR പരിശോധിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും കപ്പലിൻ്റെ വേഗത, ഒപ്പം തന്നെ കപ്പലിലുണ്ടായിരുന്ന ദൂരം, മറ്റ് ജീവനക്കാരുടെ സംസാരം, ഇക്കാര്യങ്ങളെല്ലാം അറിയാൻ കഴിയും. ഏത് സാഹചര്യത്തിലാണ് കപ്പലിന് തീപിടിച്ചത് എന്നുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും കപ്പലിൽ ഇന്ധന ചോർച്ച ഉള്ളതായി തന്നെ സംശയിക്കുന്നു. അതുകൊണ്ട് തന്നെ കപ്പൽ 100 നോട്ടിക്കൽ മൈൽ ഉള്ളിലേക്ക് മാറ്റാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കൂടാതെ മറ്റൊരു കാര്യം, കപ്പലിലെ ഇന്ധനം നീക്കാൻ പദ്ധതി തയ്യാറാക്കാൻ തന്നെ DG ഷിപ്പിംഗ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനുവേണ്ട നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി, സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിപ്പോൾ.